So welcome back everybody. Let's start with the unit 2 now. Unit 2 നമ്മൾ കാണുന്നത് assessment for learning in classroom ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 1 കണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിൽ കണ്ടിരുന്നത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതായത് ഒരു ബേസിക്സ് ആയിരുന്നു നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബേസിക്സ് ആണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെ വരുന്നത് എന്താണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ ബേസിക്സ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? അസസ്മെന്റിന്റെ പല പെർസ്പെക്ടീവ്സും പഠിച്ചു അല്ലേ? അപ്പം അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠിച്ചു, അതേപോലെ തന്നെ അസസ്മെന്റ് ആസ് ലേണിംഗ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച ഒന്നാണ് എന്ത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. പക്ഷെ നമ്മുടെ സബ്ജക്ട് എന്താണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ അതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് ലേണിംഗ് നന്നാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേണിംഗിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അസസ്മെന്റ് പ്രോസസ്, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇനി നമ്മൾ പെർട്ടിക്കുലർലി എവിടത്തെ ലേണിംഗ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ ക്ലാസ് റൂം. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ യൂണിറ്റ്. Now starting with the introduction part, let us see the main topics in this particular session. We have ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്കുള്ളത് ബേസിക്കലി രണ്ട് മോഡൽസ്, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്കൊരു ബിഹേവിയറിസ്റ്റിക് മോഡൽ ഉണ്ട് അല്ലെ? അതായത് നമ്മളിപ്പം ഓൾറെഡി അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വന്ന മോഡലാണ് എന്ത്? ബിഹേവിയറിസ്റ്റിക് മോഡൽ ഓഫ് ടീച്ചിങ്. അതിലെന്താ ഉള്ളത്? ബിഹേവിയറിസ്റ്റിക് മോഡൽ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും പഠിച്ചിട്ടുണ്ട്. അതിലെന്താ ഉള്ളത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും പിന്നെന്താണ് ടീച്ചിങ് ആൻഡ് ലേണിംഗിലും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ട്രഡീഷണൽ ക്ലാസ് റൂം ആണ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടി പഠിക്കുന്നു. പക്ഷേ ഈ ഒരു ബിഹേവിയറിസ്റ്റിക്, അപ്പൊ നമ്മൾ ആ മോഡലാണ് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ടാവുക. ആ മോഡലിനെ തന്നെയാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നതും. അപ്പം ആ ഒരു മോഡല്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡ്രോബാക്സ്, അല്ലെങ്കിൽ ആ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വരും? കറന്റ് മോഡൽസിലേക്ക് വരും. അപ്പൊ കറന്റ് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പത്തെ ഒരു ടീച്ചിങ് മെത്തേഡാണ്. അപ്പം ഇപ്പത്തെ ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യും? നമ്മൾ ഇപ്പത്തെ വേസ് ഓഫ് ലേണിംഗ് അല്ലെ, നമ്മൾ കൺസ്ട്രക്റ്റിവിസം എന്നൊരു ഇതാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പം. അപ്പം കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തൊക്കെ രൂപങ്ങളിലാണ് നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് എന്താ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലും. പിന്നെ അതേപോലെ തന്നെ വരുന്ന എന്താണ്? CCE എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട് ടീച്ചിങ്ങിൽ. എന്തൊക്കെയാണ്? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താ? സെൽഫ് ലേണിംഗ് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന എന്തൊക്കെയാണ്? പ്രോജക്ട്സ് കൊടുക്കും, സെമിനാർസ് കൊടുക്കും, അസൈൻമെന്റ്സ് കൊടുക്കും അല്ലെ? അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്? പോർട്ട്ഫോളിയോസ്. സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോസ് എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പത്തെ സിസ്റ്റം ഓഫ് ഗ്രേഡിംഗ്. ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണുള്ളത് അല്ലെ? സോ ഹൗ ഇസ് ദിസ് ഗ്രേഡിംഗ് സിസ്റ്റം ഫോളോഡ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ വരുന്നത് എന്ത്? ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അപ്പൊ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ നമുക്കൊരു 4 ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് അസസ്മെന്റ്, പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ് ആൻഡ് എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെന്റ്. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ ഒരു 4 more ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. അതിൽ ഈ സെൽഫ് അസസ്മെന്റ് ആൻഡ് പിയർ അസസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് നോക്കണം, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ് നോക്കണം, സെൽഫ് ആൻഡ് പിയർ അസസ്മെന്റ് നോക്കണം. അതേപോലെ തന്നെ എന്താണ്? ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ്. നമ്മൾ ചെയ്യുന്ന സമ്മേറ്റീവ് അസസ്മെന്റ് ആണെങ്കിലും സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഫോർമേറ്റീവ് യൂസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഐ ഗസ് ദ പോയിന്റ്സ് ആർ ക്ലിയർ, ദ ടോപ്പിക്സ് ആർ ക്ലിയർ ഫോർ യു. നമുക്കൊരു ടോപ്പിക്സിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് ഒരു ഐഡിയ നമുക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്, what is learning? Let's start. So what is learning? Learning എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പെർമനന്റ് ചേഞ്ച് ഇൻ യുവർ ബിഹേവിയർ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കൊണ്ടുവരുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെ? റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ബൈ ദ അക്വസിഷൻ ഓഫ് നോളജ്. അപ്പം നോളജ് അക്വസിഷനിലൂടെ നമ്മുടെ ബിഹേവിയറിലും അണ്ടർസ്റ്റാൻഡിംഗിലും ഒക്കെ വരുന്ന ഒരു റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലേണിംഗിന് ഒരു 3 ways ഓഫ് ലേണിംഗ് ഉണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ 3 stages, 3 ways in which you can learn. One is reception, second is transmission, and third one is construction. Reception, transmission and construction. So in this, the transmission and reception go hand in hand, or otherwise referred to as behavioristic model of education. അപ്പോൾ transmission and reception എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് രണ്ട് ഡിഫറെന്റ് പ്രോസസ്സസ് ആയിട്ടല്ല, ഇത് രണ്ടും ഒരുമിച്ചാണ്. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഈ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്, ഒരു ടീച്ചിങ് മോഡലാണ്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ വാട്ട്? ബിഹേവിയറിസ്റ്റിക് മോഡൽ ഓഫ് ടീച്ചിങ്. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അല്ലെ? അപ്പം എന്താണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ? ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. എന്തിന്റെ? ബിഹേവിയറിസത്തിന്റെയും കൺസ്ട്രക്റ്റിവിസത്തിന്റെയും. ഓക്കെ, സോ നമ്മൾ രണ്ട് ടീച്ചിങ് മോഡൽ ഓർമ്മ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ബിഹേവിയറിസ്റ്റിക് മോഡലിൽ എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? ലേണർ എന്തായിരുന്നു? പാസീവ് റിസീവർ ആയിരുന്നു, അല്ലെ? പാസീവ് ആയിട്ട് നോളജ്, ടീച്ചർ പറയുന്ന എന്തോ അത് കേട്ടോണ്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു പാസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ലേണർ. എന്നാൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറഞ്ഞപ്പോ എന്താണ്? ടീച്ചർ ഗൈഡ് ആയിട്ടും സ്റ്റുഡന്റ് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിട്ടുമാണ് വരുന്നത്. ഓക്കെ, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് കാണും. സോ ഇതൊരു റിവിഷൻ പോലെ ഞാൻ സ്ലൈഡ് ഇട്ടതാണ്. അപ്പൊ റോൾ ഓഫ് ലേണർ എന്താണ്, റോൾ ഓഫ് ഇൻസ്ട്രക്ടർ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ബോത്ത് തിയറീസിൽ ഏതൊക്കെയാ? ബിഹേവിയറിസ്റ്റിക് തിയറിയിലും കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിലും. ഓക്കെ, നമ്മുടെ ബിഹേവിയറിസ്റ്റിക് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. എന്താ അത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മളൊരു ബിഹേവിയറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം, അല്ലെ? എന്താണ്? എക്സ്പ്രസിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദി ഇൻഫർമേഷൻ റിസീവ് ഫ്രം എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളുടെ എൻവയോൺമെന്റ് അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ പഠിച്ചാൽ അതെന്തായി? ബിഹേവിയറിസ്റ്റിക് മോഡൽ ആയി. ഓക്കെ, അപ്പം ഇൻഫർമേഷൻ തരുന്നത് ആരാ ഇവിടെ ബിഹേവിയറിസ്റ്റിക് മോഡലില്? ടീച്ചറാണ്. അപ്പൊ ഇതെന്താണ്? ഒരു ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് ആണ് നമ്മുടെ ഈ ബിഹേവിയറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ആക്റ്റീവ് മെമ്പർ ആരാ ഇവിടെ? ടീച്ചർ. ഓക്കെ, സോ ടീച്ചർ ആണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സ്റ്റുഡന്റ് എന്താണ്? ഈ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. ഓക്കെ, പിന്നെ എന്താണ്? വേറെ ഇതിന്റെ പല പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ഈ ടീച്ചർ ആണ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ടീച്ചർ ചെയ്യുന്നത് എന്താന്ന് നമുക്ക് പറയാം? ട്രാൻസ്മിറ്റ് ചെയ്യാണെന്ന് പറയാം. ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനാണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം മൊബൈൽ ഫോൺ ടെക്നോളജിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് ടെക്നോളജിയോ അങ്ങനെ എന്ത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ടെക്നോളജി എടുത്ത് നോക്കിയാലും നമുക്ക് അതിലുണ്ടാവും എന്തുണ്ടാവും? ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ടാവും. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു എന്ന് വെച്ചോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ഓഡിയോ, എന്റെ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രസന്റേഷൻ ഇത് ഞാൻ എവിടെയോ ഇരിക്കുന്നത് അവിടുന്ന് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെ? ഞാൻ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഏത് ഡിവൈസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലൊരു റിസീവർ കാണും. ആ റിസീവർ അത് റിസീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് തിരിച്ചാക്കി തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ് ദിസ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ മോഡൽ. അതിൽ എന്തുണ്ട്? ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനും ഉണ്ട്, ഒരു റിസീവർ സെക്ഷനും ഉണ്ട്. അപ്പം അത് തന്നെയാണ് നമ്മുടെ കുട്ടികളിലും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിസ്റ്റിക് മോഡൽ ഓഫ് ടീച്ചിങ്ങിലും ചെയ്യുന്നത്. അപ്പൊ അതിലെന്താ ഉള്ളത്? എന്തുണ്ട്? ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇവിടെ ട്രാൻസ്മിറ്റർ ആരാ? നമ്മുടെ ടീച്ചറാണ്. റിസീവർ ഉണ്ട്. റിസീവർ ആരാ? നമ്മുടെ സ്റ്റുഡന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ എന്നും പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേസിൽ വി ക്യാൻ സ്റ്റിൽ ഇന്ററാക്ട് ബിക്കോസ് ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും അത് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു ബ്രോഡ്കാസ്റ്റ് വേ ഓഫ് ടെക്നോളജി ആണെന്ന് ആലോചിച്ച് നോക്കിയേ. റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ, നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ടീച്ചർ റേഡിയോ എന്താണോ കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് അത് നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ ടിവിയിൽ എന്താണോ കാണുന്നത് അത് നമ്മൾ കാണും. ഇപ്പൊ നമുക്ക് വേറൊരു ആംഗിളിൽ കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമോ? ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുക വെച്ചോ ടിവിയിൽ, നമുക്ക് അതിനെ ഒന്ന് മാറ്റി കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് ആ ഓഡിയൻസിനെ ആ സൈഡിലിരിക്കുന്ന ആരും ഇരിപ്പുണ്ടോ എന്ന് നോക്കണം പറ്റുമോ? ഇല്ല. അവരെന്താണോ നമുക്ക് കാണിച്ചു തരുന്നത് അതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ടിവിയിൽ, അല്ലെ? അതേപോലെ തന്നെ ഇവിടെയും ടീച്ചറാണ് നമ്മുടെ എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആള്. അപ്പൊ ടീച്ചർ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ബിഹേവിയറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഇവിടുത്തെ മെയിൻ ആൻഡ് മെയിൻ എവറിത്തിങ്? ടീച്ചർ. ഓക്കെ, സോ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് അപ്പോൺ ടീച്ചർ. വെരി ലിമിറ്റഡ് സ്കോപ്പ് ഫോർ വാട്ട്? സ്റ്റുഡൻസ്. അപ്പൊ ലിമിറ്റഡ് സ്കോപ്പ് ഫോർ സ്റ്റുഡൻസ് പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ ആക്ടിവിറ്റി എന്തായി? വളരെ കുറഞ്ഞു, അല്ലെ? അപ്പൊ ഒരു എക്സൈറ്റ്മെന്റും കാണില്ല, ക്രിയേറ്റിവിറ്റി കാണില്ല. സ്റ്റുഡന്റ് എന്തെങ്കിലും ഞാൻ ചെയ്തു എന്നുള്ളൊരു സന്തോഷമില്ലേ? അതൊന്നും സ്റ്റുഡന്റിന് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ വേറെ എന്താ പറയുന്നത്? സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ടാബുലാ റസ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടാബുലാ റസ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണെന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? ഒരു നോളജും ഇല്ലാത്ത ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ് സ്റ്റുഡന്റ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബിഹേവിയറിസ്റ്റിക് മോഡലില് നമ്മൾ സ്റ്റുഡന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഷേപ്പ് ചെയ്തെടുക്കാൻ നമ്മൾക്ക് എന്ത് വേണം? റീഇൻഫോഴ്സ്മെന്റ്സ് വേണം. സ്കിന്നറുടെ തിയറി ഓർമ്മയില്ലേ? സ്കിന്നറുടെ തിയറിയിൽ എന്താ പറഞ്ഞത്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുത്താലും നമ്മൾക്ക് ആവശ്യമുള്ള ബിഹേവിയറിനെ നമുക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ ഉറപ്പിക്കാം. അതേപോലെ തന്നെ നെഗറ്റീവ് ബിഹേവിയേഴ്സിന്റെ ഒക്കറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് തിയറി. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ബിഹേവിയറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മെഷർ ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഇവിടെ ബിഹേവിയറിസ്റ്റിക് മോഡലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ബിഹേവിയറിസ്റ്റിക് മോഡലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് അസസ്മെന്റ് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസസ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. നോളജ് ട്രാൻസ്മിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ടീച്ചർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിനെ മാത്രമേ അസസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ. ടീച്ചിങ് പ്രോസസ്സ് കൊള്ളാവോ, ഞാൻ നന്നായിട്ടാണോ പഠിപ്പിക്കുന്നതെന്ന് അറിയില്ല, കുട്ടിക്ക് എന്ത് മനസ്സിലാവുന്നു അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെയാണ് വെയിറ്റേജ് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത് എന്താണ്? നോളജ് ലെവലിനാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനാണ്. ആൻഡ് നമ്മുടെ ഫോക്കസ് എവിടെയാണ്? ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്രിട്ടിക്കലി അതിനെ അതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും ആലോചിക്കാതെ അവിടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻമെന്റ് ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്, നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ റെഫർ ചെയ്യുന്നത് എവിടെ, എന്താ ബേസ് വെച്ചിട്ടുള്ളത്? ട്രഡീഷണൽ ബ്ലൂംസ് ടാക്സോണമി ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ അസസ്മെന്റ് എന്താണ്? സമ്മേറ്റീവ് നേച്ചറിലാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് ബിഹേവിയറിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഡ്രോബാക്സ് പറയാമല്ലോ. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് പറഞ്ഞതിൽ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡ്രോബാക്സ് പറയാം. എന്തൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ്? അസസ്മെന്റ് ഇസ് ഓൺലി അബൌട്ട് എന്താണ്? ടീച്ചിങ് പ്രോസസ്സിന്റെ സക്സസിൽ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ്മെന്റ് നടത്തുന്നത്. പിന്നെ സ്റ്റുഡൻസ് പറയുന്നത് എന്താണ്? ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു പാസീവ് ലിസണർ മാത്രമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. പിന്നെ സ്റ്റുഡന്റിന്റെ മെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസിനെ, പ്രോസസ്സിനെയോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെയോ ഒന്നും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡ്രസ് ചെയ്യുന്നില്ല. പിന്നെ ആകെ വരുന്ന എന്താ വരുന്നത്? ഒരു പാസീവ് ലിസണർ അല്ലെങ്കിൽ അവരുടെ മെമ്മറി അല്ലെങ്കിൽ അവരുടെ എന്താണ് റീടെൻഷൻ പവർ, ഇതൊക്കെ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസ് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെന്റ് ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒന്ന് നമുക്ക് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ഒന്ന് മാറ്റി ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കാം, അങ്ങനെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, ഇതൊരു മൊണോട്ടണസ് ആയിട്ട് പോകുന്ന പ്രോസസ്സാണ്. ടീച്ചർ പറഞ്ഞു കൊടുക്കുക, കുട്ടി പഠിക്കുക, എക്സാം എഴുതുക, എക്സാമിൽ അത് അറ്റൻഡ് ചെയ്തോ നോക്കുക അല്ലെ, അതും അവസാനമാണ് എക്സാം വരുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താണ്, ഒരു അസസ്മെന്റും കണ്ടിന്യൂസ് ഇവാലുവേഷനും ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നില്ല, നമ്മൾ ഈ സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ആ കഴിവിന് നമ്മള് അക്നോളജ്മെന്റ് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഡ്രോബാക്സ് ഓഫ് ബിഹേവിയറിസ്റ്റിക് മോഡൽ. ഈ ഒരു ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.